MG യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ചോദ്യം എങ്ങനെയാണ്? ഹു ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജി? സോഷ്യോളജിയുടെ സ്ഥാപക പിതാവ് ആരാണ്? വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി അക്കോർഡിംഗ് ടു ഹിം? സോഷ്യോളജിയിലെ വിഷയം, പഠന വിഷയം എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? അഗസ്കോംത ആണ്, ഫ്രഞ്ച് തത്വചിന്തകനാണ് അദ്ദേഹം. 1789 അദ്ദേഹം ജനിച്ചത്. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ്. 1789 തിരിച്ചിട്ട് 98 അന്നാണ് 1798 അഗസ്കോംത് ജനിച്ചത്. അദ്ദേഹത്തിന് ശേഷമുള്ള നാളുകളിൽ കലുഷിതമായ ആ ഫ്രഞ്ച് ജനതയുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാനും സമൂഹത്തിന് നല്ലൊരു നിയമം നൽകാനും നല്ലൊരു ക്രമീകരണം ഉണ്ടാകുവാനും വേണ്ടി സമൂഹത്തിന് വേണ്ടി ശാസ്ത്രം ഉണ്ടാക്കണം എന്നുള്ള മോഹം, അതാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്, സോഷ്യോളജി എന്ന ശാസ്ത്രം ഉണ്ടാക്കിയത്. സോഷ്യസ് എന്ന ലാറ്റിൻ വാക്കും ലോഗസ് എന്ന ഗ്രീക്ക് വാക്കും ചേർത്താണ് അദ്ദേഹം അതിന് പേര് കൊടുത്തത്. പക്ഷെ ആദ്യം അദ്ദേഹം അതിന് പേര് കൊടുത്തത് സോഷ്യൽ ഫിസിക്സ് എന്നാണ് എന്ന് ഓർമ്മിക്കുക. പിന്നീട് മാത്രമാണ് ഈ സോഷ്യസ് എന്ന ലാറ്റിൻ വാക്കും, സോഷ്യസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം മാനവ സമൂഹം, മാനവ സംഘടന എന്നാണ്, അസോസിയേഷൻ, ഹ്യൂമൻ അസോസിയേഷൻ എന്നാണ്. അത് ലോഗസ് എന്ന വാക്കിന്റെ അർത്ഥം തിയറി അഥവാ സിദ്ധാന്തം, സയൻസ് എന്നാണ്. അങ്ങനെ മാനവ സംഘടനകളെ കുറിച്ചും മനുഷ്യ സംഘടനകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്ന നിലയിലും സോഷ്യോളജിയെ അഗസ്കോംത് വിഭാവനം ചെയ്തു എന്ന് ചുരുക്കം. അങ്ങനെ അദ്ദേഹം ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു. 1838 അദ്ദേഹം സോഷ്യോളജി എന്ന വാക്ക് ക്രമീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യോളജിയുടെ വിഷയം, പഠന വിഷയം എന്നത്? അദ്ദേഹം പറയുന്നു, പ്രകൃതി പ്രതിഭാസങ്ങൾക്കനുസരിച്ചാണ് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുപോലെ മനുഷ്യ ലോകത്തെ നിയന്ത്രിക്കാൻ, മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കാൻ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ലോസ് പോലെ തന്നെ ചില നിയമങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. അത് കണ്ടെത്തുക തന്നെ വേണം. അതാണ് സോഷ്യോളജിയുടെ പഠന വിഷയം, സബ്ജക്റ്റ് മാറ്റർ എന്നാണ് അദ്ദേഹം ആ ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഈ ഡിഫൈൻഡ് ഇറ്റ്സ് സബ്ജക്റ്റ് മാറ്റർ ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന എന്നാണ് പറയുന്നത്. ഇനി സോഷ്യൽ ഇവല്യൂഷൻ എന്താണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സൊസൈറ്റി ഇവോൾവ് ചെയ്ത് അതിൻ്റെ ചിന്താമണ്ഡലം വികസിക്കുന്നതനുസരിച്ച്, മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസം ഉണ്ടാകുന്നതനുസരിച്ച് പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ 3 രീതിയിൽ വിശദീകരിക്കുന്നു എന്ന് പറയുന്നു. തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ് എന്നിങ്ങനെയാണ്. തിയോളജിക്കൽ സ്റ്റേജ് എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണം ഈശ്വരനാണ്, ദൈവമാണ് എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഒരു ഉത്തരം നൽകുകയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യന്റെ സംശയങ്ങൾക്ക് പിന്നീട് തത്വശാസ്ത്രം അഥവാ മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ തത്വശാസ്ത്രത്തിന്റെ അകമ്പടിയോടുകൂടി ഉത്തരം നൽകിയെങ്കിൽ 3-ാം ഘട്ടത്തിൽ, പോസിറ്റിവിസത്തിന്റെ ഘട്ടത്തിൽ കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അപ്പോൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് സയൻസിനെ നമ്മൾ സ്വീകരിക്കുന്ന രീതി വന്നു. എന്തോ ആവട്ടെ, ഇതൊക്കെ അഗസ്കോംത്തിന്റെ സംഭാവനകളാണ്, ഈ 3 സ്റ്റേജ് തിയറിയൊക്കെ. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ്. നൗ നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ആദ്യത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ, ആരാണ് സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദർ? അഗസ്കോംത്. എന്താണ് അദ്ദേഹം പറഞ്ഞ സോഷ്യോളജിയുടെ വിഷയം? നാച്ചുറൽ ലോസ് പോലെ തന്നെ ഈ സമൂഹത്തെ ഗവൺ ചെയ്യുന്ന മറ്റ് പ്രകൃതി നിയമങ്ങൾ, സോഷ്യൽ ഫിനോമിനകൾ ഉണ്ടായിരിക്കും, അത് കണ്ടെത്തുക വേണം എന്നത് മാത്രം. ഈ 2 പോയിന്റ് ആ ചോദ്യത്തിന് ഉത്തരമായി. പക്ഷെ അതിന്റെ പരിസരത്തുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അടുത്ത ചോദ്യം, രണ്ടാമത്തേത് ഇങ്ങനെയാണ്, എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഇതാണ് ചോദ്യം. വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റർണലൈസിംഗ് ദ നോംസ്, വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവൻ ജനിച്ചു വീണ നാട്ടിലെ അവിടുത്തെ മൂല്യങ്ങളും അവിടുത്തെ പതിവ് നിയമങ്ങളും അലിഖിത നിയമങ്ങളും അവിടുത്തെ ശരിയും തെറ്റും ഒക്കെ അവൻ മനസ്സിലാക്കി അവിടെ സമൂഹത്തിൽ പെരുമാറണം. അതെങ്ങനെയാണ് എന്നത് അവൻ്റെ അമ്മ, അവൻ്റെ കുടുംബാംഗങ്ങള്, അവൻ്റെ പാരൻസ് അല്ലെങ്കിൽ മീൻസ് ഗ്രാൻഡ് പാരൻസ്, റിലേറ്റീവ്സ്, സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ്, അങ്ങനെ സമൂഹം ഒന്നാകെ അവനെ പഠിപ്പിച്ച് മരണം വരെയും തുടരുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് ദാറ്റ് ബിഗിൻസ് ഇൻ ഇൻഫൻസി. ഇൻഫൻസി എന്ന് വെച്ചാൽ ശൈശവമാണ്, ശൈശവ കാലഘട്ടത്തിൽ ബിഗിൻ ചെയ്യുന്നത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് ആസ് പീപ്പിൾ അഡാപ്റ്റ് ടു ന്യൂ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. മനുഷ്യർ പുതിയ റോളുകൾ, പുതിയ എക്സ്പെക്ടേഷൻസിനോട് ഇണങ്ങിച്ചേരുന്നതിനനുസരിച്ച് തുടരുന്നതുമായ ഒരു കാര്യമാണ്. സോഷ്യലൈസേഷൻ ഈസ് എ സോഷ്യോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കർ ത്രൂ സോഷ്യലൈസിങ് വിച്ച് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് അസ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴാണ് നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, പെരുമാറ്റ രീതികളും ശീലങ്ങളും ഇടപഴകി തന്നെയാണ് പഠിക്കുക. സോഷ്യലൈസേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് എന്നും പറയാം. മൂന്നാമതൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ സ്ട്രക്ചർ? എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളൊരു ചോദ്യമാണിത്. സോഷ്യൽ സ്ട്രക്ചർ അഥവാ സാമൂഹിക ഘടന
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? സൊസൈറ്റി എന്നത് ഒരു സമൂഹത്തിന് ഒരു ശരീരമുണ്ടെന്നും ആ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണെന്നും അവ അർത്ഥപൂർണമായ രീതിയിൽ കണക്റ്റഡ് ആകുമ്പോഴാണ് സമൂഹ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കുള്ളൂ എന്നുള്ള ചിന്തയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന ആശയത്തിന് പിന്നിൽ. What do you understand by social structure? Social structure refers to the organized pattern of relationships and institutions within a society that shape and influence social interactions. സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ ഷെയ്പ്പ് ചെയ്യുകയും സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റങ്ങളും പെരുമാറ്റ മാതൃകകളും അവയുടെ പല പാറ്റേണുകളും എല്ലാം ചേർന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അയാളുടെ മതജീവിതം ക്രമപ്പെടുത്തണം, അയാളുടെ സാമൂഹ്യ ജീവിതം ക്രമപ്പെടുത്തണം, നിയമപരമായിട്ട് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ട് അയാളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഒപ്പം തന്നെ അയാൾ ജീവിക്കുന്ന ആ സമൂഹത്തിലെ സോഷ്യൽ കാറ്റഗറി അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തണം. ഇതെല്ലാം പ്രധാനമാണ് എന്നാണ്. സോ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ഫ്രെയിംവർക്ക് ദാറ്റ് ഷേപ്സ് ഹൗ പീപ്പിൾ ഇന്ററാക്ട്. ആൾക്കാർ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ആൻഡ് കണക്ട് വിത്ത് ഈച്ച് അതർ ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് പരസ്പരം കണക്ട് ആകുന്നത് എന്നതിൻ്റെ ഒരു ചട്ടക്കൂടാണ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും, ഹോസ്പിറ്റലുകളുമായി, സാമൂഹ്യ ശരീരത്തിന്റെ ഘടനയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഘടനയിൽ അയാൾക്ക് കൈയും കാലും തലയും ഉടലും എല്ലാ അവയവങ്ങളും വേണം എന്ന് പറഞ്ഞതുപോലെയാണ് സമൂഹ ശരീരത്തിന്റെ കാര്യവും. അതിന്റെ സ്ട്രക്ചറിലെ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടാകും. ഫാമിലി ഉണ്ടാവണം, ഫാമിലീസ് ഉണ്ടാവും സൊസൈറ്റിയിൽ, സ്കൂൾസ് ഉണ്ടാവണം, റിലീജിയസ് ഓർഗനൈസേഷൻസ് മതസ്ഥാപനങ്ങൾ ഉണ്ടാവണം, പോലീസ് അല്ലെങ്കിൽ കോടതികൾ, ഗവൺമെന്റ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം വേണം, ക്ലബ്ബുകൾ, സ്പോർട്സ് ഓർഗനൈസേഷനുകൾ ഇതെല്ലാം വേണം. അപ്പോൾ എങ്കിലാണ് ആ സോഷ്യൽ സ്ട്രക്ചർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഓരോരുത്തരുടെ റോൾസ് നോക്കാം. such as occupational roles or the traditional roles of a husband, father and wife, mother, അങ്ങനെയൊക്കെയുള്ള റോൾസ് ഉണ്ട്. ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ തൊഴിൽപരമായിട്ടുള്ള ബന്ധങ്ങൾ വേറെയുമുണ്ട്. അതുപോലെ അതായത് അച്ഛൻ്റെ ധർമ്മം, തൊഴിലെന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ ധർമ്മം അച്ഛൻ നിർവഹിക്കേണ്ടത്, അമ്മ നിർവഹിക്കേണ്ടത് അല്ലേ എന്നൊക്കെ, ഭർത്താവ് നിർവഹിക്കേണ്ടത്, ഭാര്യ നിർവഹിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഓരോരുത്തരും ഓരോരോ റോളുകൾ പ്ലേ ചെയ്യാനുണ്ട്. ഇതൊക്കെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. നോംസ് ഉണ്ട്, സൊസൈറ്റിയിൽ എഴുതപ്പെടാത്ത ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണം, നമ്മുടെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ളതിന്റെ നോംസ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. മാരേജ് ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിന് പല എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് മൊത്തത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ നിയമങ്ങൾ, റോൾസ്, അതുപോലെ തന്നെ സ്റ്റാറ്റസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവികൾ. അതായത് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ജഡ്ജ്, ടീച്ചർ, ഇതൊക്കെ സ്റ്റാറ്റസുകൾക്ക് എക്സാമ്പിളാണ്. റോളുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ നിർവഹിക്കേണ്ടുന്ന ഭാഗധേയങ്ങൾ അഥവാ പങ്കുകൾ. ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകളും സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഇനി ഫാമിലി ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞു, ക്ലബ്ബ് ഒരു വേറെ ഗ്രൂപ്പാണ്, അങ്ങനെ ഒക്കെ. ഇനി ഇന്റിമേറ്റ് ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ ഉണ്ടാകും. നോംസ്, വാല്യൂസ്, ഇതൊക്കെ അവിടുത്തെ മൂല്യങ്ങൾ, പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ, സത്യസന്ധത, അതുപോലെ തന്നെ വാക്ക് പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാല്യൂസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യം, ഡിഫൈൻ എവല്യൂഷൻ, പരിണാമം എന്താണെന്നുള്ളത്. സാധാരണ ചാൾസ് ഡാർവിന്റെ ജീവിവർഗത്തിന്റെ പരിണാമം പറയുന്ന പോലെ സോഷ്യോളജിയിൽ നമ്മൾ പറയാറുണ്ട് പരിണാമം. ചാൾസ് ഡാർവിൻ പറഞ്ഞ പരിണാമം എന്താണ്? നാച്ചുറൽ സെലക്ഷന്റെ പരിണാമമാണ്. എവല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് ജനറ്റിക് ചേഞ്ച് ഇൻ എ സ്പീഷീസ് ഡ്യൂ ടു എ ഫോഴ്സ് സച്ച് ആസ് നാച്ചുറൽ സെലക്ഷൻ. നേച്ചർ കൂടുതൽ ബെസ്റ്റായ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാൻ പറ്റിയ ജീവികളെ നിലനിർത്തും, അല്ലാത്തവയെ ഒഴിവാക്കും. ഇത് അങ്ങനെ ജീവികൾ നല്ലത് മാത്രം, പുതിയത് പരിഷ്കരിക്കപ്പെട്ട ജീവികൾ മാത്രം നിലനിൽക്കപ്പെടും. അങ്ങനെയാണ് ജീവികൾക്ക് മാറ്റം വരുന്നത്. പുതിയ കാലഘട്ടത്തിനോട് ഇണങ്ങിച്ചേരാൻ പറ്റിയ മാറ്റങ്ങൾ വരുന്നവർ നിലനിൽക്കും. ഇതാണ് പരിണാമം. ഇത് സാവധാനത്തിൽ നടക്കുന്നതാണ്, ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. സോഷ്യൽ ഇവല്യൂഷൻ ഈസ് ദ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. ഈ സോഷ്യൽ സ്ട്രക്ചറുകളും പഴയ കാലത്തുള്ള സോഷ്യൽ സ്ട്രക്ചറുകളല്ല, പുതിയ ആധുനിക കാലഘട്ടത്തിലുള്ളതാണ്. ഈ സോഷ്യൽ സ്ട്രക്ചറുകളിലും ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. കൾച്ചറൽ നോംസ്, അതിൽ മാറ്റം ഉണ്ടാകും. ആൻഡ് ബിഹേവിയറൽ പാറ്റേൺസ്, അതിലും മാറ്റം ഉണ്ടാകും. പെരുമാറ്റ രീതികളിലും മാറ്റം ഉണ്ടാകും. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സോഷ്യൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലായി സംഭവിക്കുന്നതാണ്. സമൂഹത്തിലെ പരിണാമം എന്ന് പറയുന്നത് സാവധാനത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. സോഷ്യൽ സ്ട്രക്ചറുകൾ മാറും,
സോഷ്യൽ നോംസ് മാറും, ബിഹേവിയറൽ പെരുമാറ്റ മാതൃകകളിൽ മാറ്റം ഉണ്ടാകും. അടുത്ത ചോദ്യം, ഡിഫൈൻ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം. മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡേണൈസേഷൻ സോഷ്യോളജി ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ട്രഡീഷണൽ സൊസൈറ്റി ടു എ ബെറ്റർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റി ടു ആൻ അർബൻ സൊസൈറ്റി, അല്ലെങ്കിൽ അഗ്രേറിയൻ സൊസൈറ്റി ടു ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റി ടു എ മോർ സെക്യുലർ സൊസൈറ്റി, റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് കൂടുതൽ മതനിരപേക്ഷമായ സമൂഹത്തിലേക്ക് മാറുക. എന്തെങ്കിലും ഒരു പുതിയ പരിഷ്കാരം സമൂഹത്തിൽ വരുന്നതിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേൺ സൊസൈറ്റീസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മോഡേണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു മോഡേണൈസ് എ സൊസൈറ്റി ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ടു ഇൻഡസ്ട്രിയലൈസ് ഇറ്റ് എന്ന് ചിലരെങ്കിലും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മോഡേണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയിൽ മോഡേണൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സൊസൈറ്റി, എ സൊസൈറ്റി ചേഞ്ചിങ് ഫ്രം ട്രഡീഷണൽ ടു എ മോർ അഡ്വാൻസ്ഡ്, ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള അർബൻ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റിലേക്ക് മാറുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സൊസൈറ്റീസ് തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ഒരു സമൂഹത്തിന്റെ ചിന്തകൾ, മനോഭാവങ്ങൾ, ജീവിത ശൈലികളൊക്കെ മാറുന്നതും ആവാം. ഇനി അടുത്തത്, വാട്ട് ഈസ് എ സോഷ്യൽ ചേഞ്ച്, എന്താണ് ഒരു സോഷ്യൽ ചേഞ്ച് എന്നാണ് അടുത്ത ചോദ്യം. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമുക്കറിയാം. സോഷ്യൽ ചേഞ്ച് ഈസ് ദ പ്രോസസ് ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാൻസ്ഫോമിംഗ് ഓവർ ടൈം ത്രൂ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. മനുഷ്യർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിലൂടെയും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും സാംസ്കാരികപരമായിട്ട് സാമൂഹ്യ സ്ഥാപനങ്ങളിലൊക്കെ പല മാറ്റങ്ങളുണ്ടാകും. അതിനെയൊക്കെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ നോംസ് മാറാം, റൂൾസ് മാറാം. പഴയ കാലത്തെ നോംസ് പലതും ഇന്ന് നിലവിലില്ല, പുതിയ കുറേ നോംസ് പകരം സ്ഥാനം പിടിച്ചു. കൾച്ചർ മാറാം, സൊസൈറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്വഭാവം പോലും മാറാം. അതുപോലെ തന്നെ അവിടുത്തെ സോഷ്യൽ ബിഹേവിയറുകളും തീർച്ചയായിട്ടും നമുക്ക് മാറാൻ സാധിക്കും. സമൂഹത്തിലെ മനുഷ്യരുടെ പെരുമാറ്റങ്ങളും മാറാൻ സാധിക്കും. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ റിലേഷൻസ്, ഇതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ചേർത്താണ് സോഷ്യൽ ചേഞ്ച് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ്, എന്താണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, സാമൂഹ്യ ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതാണ്. ഇൻ സോഷ്യോളജി, എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് പീപ്പിൾ ഹൂ റെഗുലർലി ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. നിരന്തരമായിട്ട് പരസ്പരം ഇടപഴകുന്ന ആൾക്കാർ, അവരുടെ താല്പര്യങ്ങൾ പൊതുവായതായിരിക്കും. ദേ ഷെയർ കോമൺ ഇൻട്രസ്റ്റ് ഓർ കോമൺ ആക്ടിവിറ്റീസ്. ദേ ഹാവ് എ സെൻസ് ഓഫ് യൂണിറ്റി. അവർക്കൊരു ഐക്യബോധം ഉണ്ടാകും. കുടുംബത്തിലെ അംഗങ്ങൾ നോക്കുക, ഒരു കുടുംബം ഒരു സോഷ്യൽ ഗ്രൂപ്പിന് ഏറ്റവും നല്ല എക്സാമ്പിൾ, ഏറ്റവും ചെറിയ പ്രൈമറി ഗ്രൂപ്പാണ് സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ഫാമിലി. ആൻഡ് ദേ ഹാവ് എ മ്യൂച്വൽ കണക്ഷൻ. അവർക്ക് പരസ്പരമായ ഒരു ബന്ധം ഉണ്ടാവും. ആൻഡ് ആർ ഓർഗനൈസ്ഡ് ടു പെർസ്യൂ കോമൺ ഗോൾസ്. പൊതു ലക്ഷ്യങ്ങൾ നേടാൻ സംഘടിപ്പിക്കപ്പെട്ടവരുമായിരിക്കും. ഫാമിലി, ക്ലബ്ബ്, ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ്, ഇതൊക്കെ സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ്. സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. സെൽഫ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സെൽഫ്, ഞാൻ ആരാണ് എന്ന സത്വം, അത് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻ ദ സൊസൈറ്റി ഈസ് ദ ഐഡിയ ദാറ്റ് എ പേഴ്സൺസ് ഐഡന്റിറ്റി ഈസ് ഷേപ്ഡ് ബൈ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ഇന്റേണൽ ഫീലിംഗ്സ്. സമൂഹത്തിൽ ഞാൻ പെരുമാറുമ്പോൾ അവരെന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും ഞാൻ ആരാണെന്ന്. ഒപ്പം തന്നെ ഞാൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എൻ്റെതായ നിലപാടുകളും ചിന്തകളും ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരാളുടെ സെൽഫിനെ, ഒരാളുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്നത്. It is based on the assumption that the self and society are reciprocally connected. So സെൽഫും സൊസൈറ്റിയും പരസ്പര ബന്ധിതമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണ് എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. ഇനി ഡിഫൈൻ സൊസൈറ്റി. സോഷ്യോളജിയിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ് ടുഗെദർ ആൻഡ് ഷെയർ കോമൺ കൾച്ചറൽ ബിലീഫ് ആൻഡ് പ്രാക്ടീസസ്. ഒരുമിച്ച് ജീവിക്കുകയും പൊതുവായ സംസ്കാരവും വിശ്വാസങ്ങളും രീതികളും പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റി ചിലപ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയുന്നവരുണ്ട്, അത് ഫങ്ഷണാലിസ്റ്റുകളാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ സൊസൈറ്റി ചിലപ്പോൾ സംഘർഷങ്ങളിലൂടെ മുന്നേറുന്ന ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് തിയറികളുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? സാമൂഹ്യ സ്ഥാപനം എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺസ് ഓർ ബിഹേവിയേഴ്സ്. സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട പാറ്റേണുകൾ, പെരുമാറ്റ മാതൃകകൾ, വിശ്വാസങ്ങൾ, റിലേഷൻഷിപ്പുകൾ ഒക്കെയാണ്. ഉദാഹരണത്തിന് മതം ഒരു സാമൂഹ്യ സ്ഥാപനമാണ്, വിവാഹം ഒരു സാമൂഹ്യ സ്ഥാപനമാണ്, ഫാമിലി ഒരു സാമൂഹ്യ സ്ഥാപനമാണ്, ബന്ധുത്വം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ഇവയൊക്കെയാണ്.
അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിന് ഒരു കെട്ടുറപ്പ് നൽകുന്നുണ്ട്. വിവിധ റോളുകൾ സോഷ്യൽ സ്ട്രക്ചറിൽ ഓരോരുത്തരും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുൻകൂട്ടി ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സമൂഹത്തിന് ഒരു ക്രമം ഉണ്ടാക്കാനായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സഹായകമാണ്. ഗവൺമെന്റ്, ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമി, ഇതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സാമ്പിളാണ്.